പഴയ ഗവർണറുടെ ഷൂസിൽ തന്നെ കയറിയാണ് പുതിയ ഗവർണറും വരുന്നത്. അപ്പോൾ ഇവിടെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, RV ആർലേക്കർ എന്ന് പറയുന്ന ഗവർണർ വന്നപ്പോൾ പറഞ്ഞു ഗവൺമെൻറ്റുമായി ഒരു ഗുസ്തിക്കുമില്ല, ഗവൺമെൻറ്റുമായിട്ട് ഒത്തൊരുമിച്ച് അങ്ങോട്ട് പോവും, നല്ല മികച്ച ഗവൺമെൻറ്റാണ്, ഭരണമാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു, എല്ലാം റെഡിയാക്കി. അത് കഴിഞ്ഞുടനെ അദ്ദേഹത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഇത് വിഭാഗത്തിലുണ്ടായിരുന്ന കുറേ പോലീസുകാരെ മാറ്റിയപ്പോൾ, ഉദ്യോഗസ്ഥരെ മാറ്റി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇടപെട്ടു, മര്യാദയ്ക്ക് തിരിച്ചു വെക്കാൻ പറഞ്ഞു. അത് തിരിച്ചു വെച്ചു. അപ്പോഴേ കഞ്ഞിയിൽ കല്ലിയടി തുടങ്ങി. ഇതിന് ശേഷം ആണ് ഇപ്പോൾ UGC മാനദണ്ഡങ്ങൾ ഇങ്ങോട്ട് പുറത്തോട്ട് വന്നത്. അതായത് നമ്മുടെ സർവകലാശാലകളിലെ VC-മാരെ ഉള്ള നിയമനം, അത് ചാൻസലർക്കാണ് അതിനുള്ള പൂർണ്ണമായ അധികാരം എന്നുള്ളതാണ് അതിൽ നിന്ന് വന്നേക്കുന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയോ, പല സ്റ്റേറ്റുകളിലും ഈ ചാൻസലർ എന്ന് പറയുന്ന മുഖ്യമന്ത്രിമാരാണ്. പക്ഷേ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിയമം നേരത്തെ എഴുതി വെച്ചേക്കുന്നതനുസരിച്ച് ഇവിടെ ചാൻസലർ എന്ന് പറയുന്നത് ഗവർണറാണ്. പണ്ടൊന്നും ഗവർണർമാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കത്തും ചെയ്യത്തൊന്നുമില്ല. ഗവൺമെൻറ് എന്തെങ്കിലും എഴുതി കൊടുക്കും, അതനുസരിച്ച് അങ്ങ് ചെയ്യും, വരച്ചു കൊടുക്കും, റെഡി. അത് റബ്ബർ സ്റ്റാമ്പായിട്ട് മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഗവർണേഴ്സ് ഉണ്ടായിരുന്ന സമയത്ത്. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ അപ്പോൾ ഒരു വലിയ വ്യത്യാസം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇതുപോലെ നോക്കിയപ്പോൾ അദ്ദേഹം ഈ പത്രം വായിക്കും, ഒന്നാമത് ആണ് കാര്യം. മീഡിയ ഇതൊക്കെ കാണും, ഈ നടക്കുന്ന അഴിമതികളും വൃത്തികേടുകളും മുഴുവൻ കാണും. ഇവിടെ ഇരുന്നുകൊണ്ട് ഈ കുറേ മന്ത്രിമാർ അവരുടെ ഭാര്യയ്ക്കും അല്ലെ അളിയനും മറ്റേ ഇതുപോലുള്ളവന്മാർക്കും ബന്ധുക്കൾക്കും അല്ലെ അവർക്ക് ഇഷ്ടപ്പെട്ട കുറേ ആളുകൾക്കും ഒക്കെ ആയിട്ട് വെച്ചേക്കാണ് ഈ പ്രൊഫസർ, കേട്ടോ, ലെക്ചർ പോസ്റ്റ്, പ്രൊഫസർ പോസ്റ്റ്, റീഡർ പോസ്റ്റ്, അതേപോലെ വൈസ് ചാൻസലർ പോസ്റ്റുകളെന്നൊക്കെ പറയുന്നത്, രജിസ്ട്രാർമാരുടെ പോസ്റ്റ്, ഇതൊക്കെ അവരുടെ ബന്ധുക്കൾക്കും അവർക്ക് ഇഷ്ടമുള്ള കുറേ ആളുകൾക്കുമായിട്ട് നീക്കി വെച്ചേക്കുന്നതാണ്. അങ്ങനെ ഇത് ബാക്കി മിടുക്കുള്ള ആളുകളെ അങ്ങോട്ട് കളഞ്ഞിട്ട് അതിൻ്റെ മേളിൽ കയറി വരുന്ന മന്ത്രിയുടെ ഭാര്യയൊക്കെ നമ്മൾ കണ്ടതാണ്, എത്ര എണ്ണം. ഇത് വളരെ വലിയ അഴിമതിയല്ലേ, സ്വജന പക്ഷപാതം. ഇത് വന്നു കഴിഞ്ഞപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ കയറി ഇടപെട്ടു. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളിനെ നോക്കി വൈസ് ചാൻസലറായിട്ട് വെച്ചു. ആ വൈസ് ചാൻസലറായിട്ട് പോയ ആ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ശല്യം ചെയ്തു. കാരണം എങ്ങനെ പോയി, എന്തിനു പോയി, ഗവർണർ അപ്പോയിൻറ്റ് ചെയ്തു, അവർക്ക് കിട്ടി, അവരെ VC ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്ത് അവർ പോയി. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവർ അങ്ങനെ ചെയ്യണം, ഇങ്ങനെയാണ്, ഇനി അവർക്ക് പെൻഷൻ കിട്ടാതാക്കണം, ആ പണികളാണ്. അവർ പേപ്പർ എടുത്തുകൊണ്ട് പോയി, പൊട്ടുസൂചി എടുത്തുകൊണ്ട് പോയി, ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ബാലിശമായ രീതിയിലാണ് ഇത് ഈ പകപോക്കൽ നടത്തുന്നത് ഗവൺമെൻറ്. അത് ചെയ്ത് ഞാൻ പോയി. കോടതി പോലും അത് ഇടപെട്ട് പറഞ്ഞു, എന്നിട്ട് പോലും അത് മാനിക്കാൻ തയ്യാറാവുന്നില്ല. ഇനി കോർട്ടക്ഷൻ വന്നാലേ അത് നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നു. ഇപ്പോൾ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ബഹുമാനീയനായ മുഖ്യമന്ത്രി പ്രസ്താവിച്ചു, കഴിഞ്ഞ ഗവർണർ ധാരാളമായിട്ട് ഗവൺമെൻറ്റിനെ ഇങ്ങനെ ഒരുപാട് ശല്യം ചെയ്തു, ഉപദ്രവിച്ചു, സർവകലാശാലകളെ വളരെ മോശമായി നോക്കുകുത്തിയായി മാറ്റി, അത് ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിച്ചപ്പോൾ ഗവർണർ, നമ്മുടെ പുതിയ ഗവർണർ പറഞ്ഞു എന്താണെന്നറിയുമോ, ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തെല്ലാം ശരിയാണ്, ശരിയായ കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ അദ്ദേഹത്തിനെ പോലെ തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ അതേ ഷൂസാണ് എനിക്കുള്ളത്, ഞാൻ അത് തന്നെ ചെയ്യും എന്നുള്ളതാണ് ശ്രീ RV ആർലേക്കർ പറഞ്ഞേക്കുന്നത്. അദ്ദേഹം പറഞ്ഞു സർവകലാശാലയുടെ എല്ലാ അധികാരം, ഉന്നത വിദ്യാഭ്യാസത്തിലെ അധികാരം എന്ന് പറയുന്നത്, അതിനെ തീരുമാനിക്കേണ്ടത് ഗവർണറാണ് എന്ന് അദ്ദേഹം അടിവരയിട്ടങ്ങ് ഉറപ്പിച്ചു. ഇനിയിപ്പോൾ ഇവരുടെ ഈ പണികൾ വീണ്ടും നടക്കാതായി. അതായത് ഒരു പുതിയ ഗവർണർ വരുന്നു, അദ്ദേഹത്തിനെ പൂച്ചെണ്ട കൊടുത്ത് സ്വീകരിച്ചു. ഈ പോയ ആളെ എങ്ങനെ യാത്ര അയച്ചെന്നുള്ളത് ഈ പുതിയ ഗവർണർക്കറിയാം. ഈ പോയ ആളുകളെ അങ്ങോട്ട് അദ്ദേഹം പോകുമ്പോൾ മര്യാദയ്ക്കായിട്ടൊന്ന് ചെന്ന് ഒരു യാത്ര പറയാൻ ഉള്ളൊരവസരം ഇവർ കൊടുത്തില്ല. ആ വൃത്തികേടിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്. അത് ഈ പുതിയ ഗവർണർക്കറിയാം. അപ്പോൾ ഇദ്ദേഹം പോകുമ്പോഴേ എന്തായിരിക്കും ഇവരുടെ പെരുമാറ്റം എന്നുള്ളതിനെക്കുറിച്ച്, അന്ന് ഇവരുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു ഊഹമുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഉള്ളൂ പുതിയ ഗവർണറും പെരുമാറുന്നത് എന്നുള്ളത് അദ്ദേഹം അർത്ഥശങ്ക ഇല്ലാത്ത വണ്ണം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഈ ഗവർണറുമായിട്ട് ഗുസ്തി കൂടാൻ പോകുന്ന കാര്യം എന്തിനാണ് ഇതൊക്കെ? നിങ്ങൾക്ക് സ്വജനപക്ഷപാതം കാണിക്കണമെങ്കിൽ അതൊന്നും ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഇവിടെ ഒരു ഡെമോക്രസി അല്ലേ, ജനാധിപത്യ രാജ്യമല്ലേ, നമ്മുടെ സംസ്ഥാനം അതല്ലേ. അപ്പോൾ അങ്ങനെ വരുന്നുടനെ ആ രീതിയിൽ വേണ്ടേ നമ്മൾ നോക്കാൻ, മുമ്പോട്ട് പോകാൻ. അതിന് പകരം ഗവർണറുമായിട്ട് ഗുസ്തി കൂടി
ഞങ്ങൾ പറയുന്നവരെ നിങ്ങൾ നിയമിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ സർവകലാശാലകളിലെല്ലാം UGC അത് വേറെ ഇത് അടിച്ചേൽപ്പിക്കുന്നു, മറ്റേ വേറെ അതായത് BJPയുടെ തത്വങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു, ആ രീതിയിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറയുന്നതിലൊന്നും വലിയ അർത്ഥമില്ല. ഒരു ഗവർണർക്ക് ഒരു പവർ ഉണ്ടെങ്കിൽ ഗവർണർ അത് ചെയ്യും. അതാ ഗവർണറുടെ പവർ. ഇപ്പോൾ സുപ്രീം കോടതി തന്നെ പറഞ്ഞല്ലോ ഈ ഇവിടുത്തെ ഗവർണറെ കുറിച്ച്, അത് പോയിട്ട് ഒന്നും സംഭവിച്ചില്ല, തോറ്റുപോയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെയുള്ള അതനുസരിച്ചുള്ള മാനദണ്ഡങ്ങളാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ അവർക്ക് ഗവൺമെൻറ് പറയാം, കേന്ദ്ര ഗവൺമെൻറ് പറയാം, കോടതിയുടെ തീരുമാനം അനുസരിച്ചുള്ള മാനദണ്ഡങ്ങളാണ് ഇപ്പോൾ വന്നേക്കുന്നതെന്ന് പറയാം. അതിൽ തെറ്റൊന്നും പറയാൻ പറ്റുന്നില്ല. അല്ലെ നിയമമൊക്കെ മാറി വരണം, അല്ലെ പാർലമെൻറ്റ് അതിന് നിയമം പാസ്സാക്കണം വേറെ വിധത്തിൽ, അല്ലെ നമ്മുടെ അസംബ്ലി കൺകറന്റ് യൂസിനാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. കാരണം ഈ നമ്മുടെ സ്റ്റേറ്റിനും അവകാശമുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിനും അവകാശമുണ്ട്, തുല്യ അവകാശം. സെൻട്രൽ ഗവൺമെൻറ് അത് കയറി പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റിന് അതിനെ ഓവർ റൂൾ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയുള്ള കാര്യത്തിൽ. കാരണം അവിടെ പ്രൈമസി സെൻട്രൽ ഗവൺമെൻറ്റിന് കിട്ടും എന്ന് പറയുന്നതൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം ഈ വഴക്കിനും വയ്യാവേലിക്കും ഒക്കെ പോകുന്നത്.